കുട്ടികളിൽ പഠന മികവിന് വേണ്ടി കാവടി നടത്താറുണ്ട്. പാൽക്കുട നേർച്ച, സുബ്രഹ്മണ്യ പ്രീതിക്കായി ചെയ്യുന്നതെല്ലാം കുട്ടികളിൽ ചൊവ്വയുടെ ആധിക്യം, അതായത് ഇപ്പൊ 10 ചൊവ്വ ഒരു കുട്ടിയുടെ ജാതകത്തിലിരിക്കുകയാണെങ്കിൽ 4-ാം ഭാവം ദൃഷ്ടി രാശിക്കോ ലഗ്നത്തിനോ വരും. രാശിക്ക് 10-ാം ഭാവമാണെങ്കിൽ രാശിക്ക് ദൃഷ്ടി വരും, ലഗ്നത്തിന് 10-ാം ഭാവമാണെങ്കിൽ ലഗ്നത്തിന് ദൃഷ്ടി വരും. അപ്പൊ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരു ഉദാസീനത, നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രകൃതം. അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും. ഇവർക്ക് ഈ 6 ദിവസം കുട്ടികൾ വെറുതെ ഇരിക്കാൻ ചിലപ്പോൾ മടി കാണിക്കും. പഠിക്കുന്ന സമയമല്ലേ, മാതാവ് ആ വ്രതം നോക്കുന്നത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ പരിഹാരം, അതായത് ഇത് പരിഹാരമായിട്ട് ഉദ്ദേശിച്ച് പറയണതല്ല, ഭഗവാൻ പ്രീതിക്ക് വേണ്ടി, അതായത് പൂജന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓജരാശി, യുഗ്മരാശി. ഓജരാശിക്ക് ഞങ്ങൾ പറയുന്നത് സുബ്രഹ്മണ്യനും ജ്യോതിഷ വിഷയത്തിൽ, യുഗ്മരാശിക്ക് പറയുന്നത് ഭദ്രകാളിയാണ്. ഇപ്പൊ ചില കുട്ടികളിൽ മേടച്ചൊവ്വ, ചിങ്ങച്ചൊവ്വ, മിഥുനച്ചൊവ്വ, പിന്നെ തുലാച്ചൊവ്വ, ധനുച്ചൊവ്വ, കുംഭച്ചൊവ്വ, മേടത്തിലെ ചൊവ്വ, ഇതെല്ലാം ഓജരാശിയാണ്. ഓജരാശിയിൽ വരുന്ന ചൊവ്വയ്ക്ക് സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ചില പെൺകുട്ടികളിലൊക്കെ 7-ൽ ചൊവ്വ 8-ൽ ചൊവ്വ എന്ന് പറയും. 7-ൽ ചൊവ്വ വിവാഹ തടസ്സവും 8-ൽ ചൊവ്വ മംഗല്യ സ്ഥാനമാണ്, അതും വിവാഹ തടസ്സമാണ്. അപ്പൊ കളത്രത്തിന് കിട്ടാനുള്ള ഒരു കാലതാമസം, മംഗല്യം കിട്ടാനുള്ള കാലതാമസം, ഈ പ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ വരുന്ന ഒക്ടോബർ 22-ന് തുടങ്ങി 27-ന് വരെയാണ് 6 ദിവസം ഷഷ്ഠി വ്രതം നോൽക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേരം പച്ചിരി ആഹാരം കഴിച്ച് വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ തൃക്കല്യാണത്തിന്റെ അന്ന് വിഭവസമൃദ്ധമായ സദ്യയോട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ചിലവർക്ക് അടുത്ത് ക്ഷേത്രം ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ വ്രതം നോൽക്കുന്നതാണ്. അത് ഭഗവാൻ സർവ്വവ്യാപിയാണ്, അമ്പലത്തിൽ തന്നെ പോകണം നിർബന്ധമില്ല. അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചിലപ്പം ഈ പച്ചരി ഫുഡ് കൊടുക്കും, അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ശുദ്ധവൃത്തിയായിട്ട് ഭഗവാന്റെ ഒരു ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.